വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക ബിൽവഭക്തചതുർശനയന ശരണമേഘണേ. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക ബിൽവഭക്തചതുർശനയന ശരണമേഘണേ. സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരവണഭവ സഹജ വരദ ശരണമേഘണേ. സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശബരിശൈലഗിരി നിവാസ ശങ്കരാത്മജ ശാപമോക്ഷദായകനേ ശരണമേഘണേ. ശബരിശൈലഗിരി നിവാസ ശങ്കരാത്മജ ശാപമോക്ഷദായകനേ ശരണമേഘണേ. ശാപമോക്ഷദായകനേ ശരണമേഘണേ. സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ സംഗീത കലയും സംഗീത അനുബന്ധ കലകളെയും സംബന്ധിച്ച് നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തു വരുന്നു. ഇതിൻ്റെയൊക്കെ പ്രചോദനം നമ്മുടെ നിത്യേന ദിവസേന കാണുന്ന നിരവധി വ്യക്തികൾ, വലിയ കഴിവുകളുള്ള കലാകാരന്മാരുണ്ട്. പക്ഷേ ഇവരെ ഒന്നും സമൂഹം തിരിച്ചറിയുന്നില്ല. ഇവരുടെ കഴിവുകളെ മറ്റുള്ളവർ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സമൂഹത്തിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത്. അതിൽ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദ്യമത്തിൽ പങ്കുചേരുന്നത്. അതിനായി അങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങളും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം LPR വർമ്മ എന്ന അനുഗ്രഹീത കലാകാരൻ്റെ ശിഷ്യനും അതുപോലെ ജയവിജയന്മാരിൽ ശ്രീ ജയൻ സാറിൻ്റെ അരുമ ശിഷ്യനുമായ ചെറുകോൽ സ്വദേശിയായ ശ്രീ സുരേഷ് സുബ്രഹ്മണ്യമാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. സുരേഷ് ചേട്ടാ നമസ്തേ. നമസ്കാരം. നമസ്കാരം. സുരേഷ് ചേട്ടനെ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ചേട്ടനെ കുറിച്ച് സമൂഹത്തിന് അറിയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് സുരേഷ് ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തുക, സുരേഷ് ചേട്ടന്റെ പ്രൊഫഷൻ എന്താണെന്ന് അറിയുക. ഇത് സംബന്ധിച്ച് സുരേഷ് ചേട്ടന് ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ആദ്യം സുരേഷ് ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സുരേഷ് സുബ്രഹ്മണ്യം എന്നാണ്. ഓക്കെ. എൻ്റെ ഗുരുനാഥൻ, എന്നെ സംഗീതം പഠിപ്പിച്ച ഗുരുനാഥന്റെ പേര് LPR വർമ്മ, പുഴവാതിൽ കൊട്ടാരത്തിലെ തമ്പുരാനായിരുന്നു. ചങ്ങനാശ്ശേരി പുഴവാതിൽ. ഓക്കെ. അപ്പം അവിടെ ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അത് പഠിത്തമെല്ലാം കഴിഞ്ഞു. ഞാനിപ്പോഴും ഈ സംഗീത രംഗത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അമ്പലങ്ങളിലെ പ്രോഗ്രാമിനൊക്കെ വിളിക്കുമ്പോൾ പോകാറുണ്ട്. ഇപ്പോഴും ആ രംഗത്ത് തന്നെ ഞാൻ നിൽക്കുകയാണ്. എന്റെ പ്രൊഫഷൻ യഥാർത്ഥത്തിൽ സംഗീതം തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജയവിജയന്മാരിൽ ജയൻ സാർ, അതായത് മനോജ് ജയന്റെ അച്ഛൻ, കുമാരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ആദ്യ സമയത്ത് അവിടെ പോയി ഏതാണ്ട് ഒരു 4 വർഷക്കാലം പഠിച്ചു. അതിനുശേഷം ആ ഗുരു അവിടുന്ന് മാറി അവർ പുതിയാവെന്ന് പറയുന്ന, അതായത് എറണാകുളം തൃപ്പൂണിത്തറ പുതിയാവെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ പിന്നീട് അമ്പലങ്ങളിൽ ക്ഷണിക്കുമ്പോൾ പ്രോഗ്രാമിന് പോകാറുണ്ട്. സുരേഷ് ചേട്ടന്റെ പ്രൊഫഷൻ എന്താണ്? എങ്ങനെ ഉദ്ദേശിക്കുന്നത്? നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ്? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് ഈ പന്തല്, അതായത് കല്യാണത്തിന്റെ പന്തലിടുന്ന പരിപാടിയുണ്ട്, പ്രോഗ്രാമാണ്. മേശ കസേര ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ, ചേട്ടനും എല്ലാം കൂടെ കൂടി നടത്തുന്നു. അതാണ് രണ്ടാമത്തെ നമ്മുടെ. പിന്നെ സുരേഷ് ചേട്ടന്റെ സ്ഥലം എവിടെയാണ്? വീട് ചെറുകോൽപ്പുഴ. ചെറുകോൽപ്പുഴയല്ല, ചെറുകോൽ. എല്ലാരും പറയും ചെറുകോൽപ്പുഴ. ചെറുകോൽ അതായത് ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് കര. സുരേഷ് ചേട്ടന് നിരവധി പ്രോഗ്രാമുകൾ ക്ഷേത്രങ്ങളിലും അങ്ങനെ വിവിധ മേഖലകളിൽ ചെയ്യുന്നുണ്ടെന്നറിയാം. അതെവിടൊക്കെ, എങ്ങനെ, എത്ര നാളായി? അതിനെ കുറിച്ചൊന്ന് പറയാമോ? സംഗീത രംഗത്ത് പാടാൻ സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 10-15 വർഷമായി. 15 വർഷം. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ B ഗ്രേഡ് ആർട്ടിസ്റ്റാണ് ഞാൻ. ഓക്കെ. അപ്പം മക്കൾ ഒരാളുണ്ട്, ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. ചേച്ചി എവിടെയാണ്? ഹിന്ദി വിദ്വാനാണ്. ഹിന്ദി, അതായത് മാലക്കര ഒരു സർക്കാർ സ്കൂളിൽ ജോലി ചെയ്യുന്നു.
പിന്നെ നിലവിലപ്പം ചേട്ടന പ്രോഗ്രാമുകളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. പ്രോഗ്രാമിന്റെ ടൈം ആകുമോ ഇനി? വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം സംഗീത രംഗത്ത് സുരേഷ് ചേട്ടന് ഏകദേശം ഒരു 30-35 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? മറ്റ് ഗുരുക്കന്മാരൊക്കെയാണ്? ഒന്ന് LPR വർമ്മ, രണ്ടാമത്തേത് ജയവിജയന്മാരിൽ ജയൻ സാർ അല്ലേ? മക്കൾക്ക് ഈ മേഖലയുമായിട്ട് എങ്ങനെയുള്ള ബന്ധമുണ്ടോ? അദ്ദേഹം എനിക്ക് ഒരു പയ്യനുണ്ട്, അവന് പിന്നെ മൃദംഗ വിദ്വാനാണ്. ചങ്ങനാശ്ശേരി സതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു സാറ്, അതായത് ആറന്മുളയിൽ പുള്ളിക്ക് സ്കൂളുണ്ട്, അവിടെ പഠിച്ച് അരങ്ങേറ്റം നടത്തി. ചെറുപൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തി. അപ്പം ഈ മേഖലയുമായിട്ട് മകന് ബന്ധമുണ്ട് അല്ലേ? അപ്പം സഹധർമ്മിണിക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്. പ്രോത്സാഹനം. അപ്പം ഓക്കെ. നമ്മുടെ യുവതലമുറയോട് സംഗീതത്തെ സംബന്ധിച്ച് സുരേഷ് എന്താണ് പറയാനുള്ളത്? സംഗീതത്തെ സംബന്ധിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അവര് സംഗീതം പഠിക്കാൻ തയ്യാറാകുക. ആ സംഗീതം പഠിക്കുന്നത് നമുക്കൊരു ആൾക്കാരുടെ മുന്നിൽ പേരെടുക്കാനോ അല്ലെങ്കിൽ പിന്നെ സിനിമയിൽ പാടാനോ ഒന്നും അല്ലായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ വലിച്ചു നടക്കുന്ന കുട്ടികളാണ്. അപ്പം ഈ സംഗീതമൊക്കെ ഒരു വലിയ പ്രചോദനം അവർക്കുണ്ടാകും. അവരുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് വളരെ നല്ലത്. പഠിത്തത്തെ ശരിക്കും പ്രോത്സാഹനം കിട്ടും. പിന്നെ സമൂഹത്തിലെ മാതൃകയായ രീതിയിൽ ജീവിക്കാനുള്ള ജനം നമ്മളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണും. അതായത് അംഗീകാരം. ഓക്കെ. സുരേഷ് ചേട്ടാ, ഇങ്ങനെ ഒരു വീഡിയോ നൽകിയതിൽ അതിയായി സന്തോഷം, അതുപോലെ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പൊ ഞാനും ഇതേ പ്ലാനിൽ തിരിച്ചും നന്ദി അറിയിക്കുന്നു. സതീഷ് ചന്ദ്രൻ ചേട്ടൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തതിന് പിന്നെ അതിന് ഒരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഷൺമുഖ സോദര മോഹിനി നന്ദന ശബരിഗിരീശ നമോ സ്വാമി. ഷൺമുഖ സോദര മോഹിനി നന്ദന ശബരിഗിരീശ നമോ സ്വാമി. ശരണം തപതിരു ചരണ സരോലുപം ശരണം തപതിരു ചരണ സരോലുപം കലിയുഗ വരദ നമോ സ്വാമി. ഷൺമുഖ സോദര മോഹിനി നന്ദന ശബരിഗിരീശ നമോ സ്വാമി. ശരണമയ്യപ്പ.